ഹല്ലേലൂയ. അവിടുത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വചന പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്ക് വേണ്ടി ദിവസം വചനം പങ്കുവയ്ക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട തോമസ് പോൾ ബ്രദറാണ്. ഒത്തിരിയേറെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്, ഒരു ബ്രദറാണ് തോമസ് പോൾ ബ്രദർ. നമ്മുടെ കരിസ്മാറ്റിക് മേഖലയിൽ ഒരു സഹോദരനാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപക്ഷെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും തന്നെ ഈ സഹോദരന്റെ ഈ ബ്രദറിന്റെ ശുശ്രൂഷകളെ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയിലും അതിലുപരി വിദേശത്ത് എല്ലാ രാജ്യങ്ങളും തന്നെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരിയേറെ ദൈവമക്കള് ഈ സഹോദരന്റെ ശുശ്രൂഷകള് ഏറ്റുവാങ്ങി കർത്താവിന്റെ സ്ഥലത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും അഭിഷേകവും സ്വീകരിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമുക്കറിയാം. നമുക്ക് വേണ്ടി ഈ മണിക്കൂറിൽ വചനം പങ്കുവയ്ക്കും മറ്റ് ശുശ്രൂഷകൾ നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് ബ്രദറാണ്. ഈ സഹോദരനെ ഒരു നിമിഷം കർത്താവിന്റെ പക്കൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ രണ്ടുപേരുടെ ചെറുപ്പത്തിൽ നിന്ന് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് വേണ്ടി ഈ തോമസ് പോൾ ബ്രദർ വചനം കർത്താവിന്റെ സന്ദേശം വചനം പങ്കുവെക്കുമ്പോൾ വലിയ അഭിഷേകവും കൃപയും സൗഖ്യവും സമാധാനം വിടുതലും മോചനവും എല്ലാം ദൈവത്തിന്റെ വചന പ്രഘോഷങ്ങളിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ബ്രദറുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവ് തന്നെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനും കർത്താവിന്റെ അനന്തമായ അനുഗ്രഹങ്ങൾ അഭിഷേകമായി സൗഖ്യമായി സമാധാനമായി ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലെല്ലാം നിറയുന്നതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സഹോദരനെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ അരൂപി ഈ മകൾ നിറയുവാനും യേശു തന്നെ ഈ മകന്റെ അതരങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നതിന് ആഗ്രഹിച്ച് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മകനെ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. മകന്റെ ജീവിതത്തിലേക്ക് അഭിഷേകം അയക്കണമേ. പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഈ മനുഷ്യലേക്ക് അയക്കണമേ. കർത്താവേ വചനം അങ്ങയുടെ മകന്റെ വചനങ്ങളിലൂടെ അങ്ങ് തന്നെ സംസാരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വലിയ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വലിയ നിറവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ വചനം പങ്കുവെക്കുമ്പോൾ അങ്ങയുടെ വലിയ സന്ദേശം സ്വീകരിക്കുകയാണ്. എല്ലാ കൃപകളും ഈ കൂട്ടായ്മ എല്ലാ മക്കളും നൽകണമേ. ഈ മകനെ അഭിഷേകം ചെയ്യണമേ. ആവിനെ വിശുദ്ധീകരിക്കണമേ. ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ദിശയോടെ വചനം പ്രയോഗിക്കാൻ കർത്താവേ ഈ മകനെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ മകന്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്ന വചനം ശ്രമിക്കുന്ന ശുശ്രൂഷ പങ്കുചെയ്യുന്ന എല്ലാ ദൈവങ്ങളെ അനുഗ്രഹിക്കണമേ. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ഈ മകനിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ കൂട്ടായ്മയിൽ ഇന്ന ദിവസം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പരേലിമോണിയാൽ എന്ന് പറയുന്ന സ്ഥലം ഫ്രാൻസിൽ പാരീസിൽ നിന്ന് 2 മണിക്കൂർ ദൂരമാണ്. അവിടെയാണ് വിശുദ്ധ മാർഗ്രറ്റ് മരിയ എൽകോക്കിന് ഈ തിരുഹൃദയത്തെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തൽ കിട്ടിയത്. ആ മാർഗ്രറ്റ് മരിയ എൽകോക്കിൻ്റെ ശരീരം അങ്ങനെ തന്നെ അഴുകാതിരിക്കുന്നുണ്ട്. ഈ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഭക്തി, തിരുഹൃദയ ഭക്തി. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ എന്ത് പറയണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇതാണ് ഈശോ പറഞ്ഞത്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഈശോയുടെ തിരുഹൃദയം നമുക്ക് വേണ്ടി മുറിക്കപ്പെടുകയും അവസാന തുള്ളി വരെ ആ ഹൃദയത്തിൽ നിന്ന് വെള്ളവും രക്തവും നമുക്ക് വേണ്ടി നൽകുകയും ആ തിരുഹൃദയത്തിൽ നമ്മൾ കാണുന്ന ആളിക്കത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹാഗ്നിയാണെന്നും ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹാഗ്നി വിശുദ്ധ കുർബാനയിലൂടെയും
സ്ഥൈര്യലേപനത്തിലൂടെയും കൂദാശകളിലൂടെയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. അപ്പോഴാണ് ഈശോ പറഞ്ഞ ഈ വചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. എൻ്റെ ഹൃദയത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്, അഥവാ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ ഈശോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി പിളർക്കപ്പെടുകയും ജ്വലിക്കപ്പെടുകയും ചെയ്ത് ആ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ എടുത്ത് ആ ഹൃദയം നമ്മുടെ ഹൃദയവുമായിട്ട് ഒന്നാക്കപ്പെട്ടിരിക്കുന്നു, കലർത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവനും യേശുവിൻ്റെ ജീവനും ഒന്നാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. അതാണ് ഉടമ്പടി ബന്ധം. ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ രക്തമാകുന്നു. ഇത് സനാതനവും നവീനവുമായ ഉടമ്പടി. അങ്ങനെ ആ ഉടമ്പടി ബന്ധമാണ് ഈ ഹൃദയത്തിൻ്റെ ബന്ധം. ഉടമ്പടി ബന്ധം എന്ന് പറയുമ്പോൾ എളുപ്പം മനസ്സിലാവുന്നത് വിവാഹ ഉടമ്പടിയാണ്. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഉടമ്പടി ബന്ധം വിവാഹത്തിലായി എന്നതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ഹൃദയം, എൻ്റെ ജീവൻ അവൾക്ക് നൽകി, അവളുടെ ഹൃദയം, അവളുടെ ജീവൻ എനിക്ക് നൽകി. ഞങ്ങളുടെ ഈ രണ്ട് ഹൃദയവും ഒന്നായി, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒന്നായി. അതാണ് ഉടമ്പടി ബന്ധം. എന്ന പോലെ നവീനവും സനാതനവുമായ ഉടമ്പടി ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് നൽകി. ആ തിരുരക്തം, തിരുശരീരം നമുക്ക് നൽകി എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജീവൻ നമുക്ക് നൽകി, നമ്മുടെ ജീവനുമായി ലയിച്ചു കഴിഞ്ഞിരിക്കും. ഇനി ആർക്കും നമ്മളെ അതിൽ നിന്ന് അകറ്റാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ്, സെൽഫ് ഗിവിംഗ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആത്മദാനമാണ് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്. ഈശോയുടെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. ആ സ്നേഹാഗ്നി ജ്വാല നമ്മളിൽ കത്തിജ്വലിക്കുന്നതിന് നമുക്കൊരു നിമിഷം ആഗ്രഹിക്കാം, ദാഹിക്കാം. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എന്നിൽ നിന്ന് കുടിക്കട്ടെ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് കുടിക്കട്ടെ. എൻ്റെ ഹൃദയം ഒരിക്കലും വറ്റാത്ത ജീവജലത്തിൻ്റെ ഉറവയാണ്. ആ ഉറവ ഞാൻ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയിരിക്കുന്നു. വരുവിൻ, വരുവിൻ. ഈ ബോധ്യത്തോടെ നമുക്ക് ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ഗാനം 25 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് ഈ ദാസനിലൂടെ രചിച്ച ഗാനം. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ആദ്യമായി എനിക്ക് പറഞ്ഞു തന്ന സമയവും അത് എഴുതിയ സമയവും അത് ആദ്യമായി പാടിയത് ആ ഗാനം നമ്മൾ പാടുമ്പോൾ അതിൻ്റെ പ്രധാന വിഷയം പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാവരും ഒരിക്കൽ കൂടി, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ, ജീവജലത്തിന് അരുവിയായി എന്നിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ.
ജീവജലത്തിന് അരുവിയായി എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. എന്റെ ഹൃദയത്തിൽ ജ്ഞാനം നൽകണമേ.